തിരുവനന്തപുരം ആക്കുളത്ത് ഗ്യാസ് ലൈൻ പൈപ്പ് പൊട്ടി വാതക ചോർച്ച. റോഡ് നിർമ്മാണ പ്രവർത്തനത്തിനായുള്ള ജോലികൾ പുരോഗമിക്കുമ്പോഴാണ് CNG വാതകം ചോർന്നത്. പ്രധാന വാൽവ് അടച്ച് ചോർച്ച നിയന്ത്രണ വിധേയമാക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരം ആക്കുളത്തിന് സമീപം റോഡ് നിർമ്മാണത്തിന്റെ ജോലികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് CNG വാതകം കടന്നുപോകുന്ന പൈപ്പ് ലൈൻ പൊട്ടി ചോർച്ചയുണ്ടായത്. അഗ്നിശമന സേനാംഗങ്ങളും CNG അധികൃതരും സ്ഥലത്തെത്തി പ്രധാന വാൾവ് അടച്ച ചോർച്ച പരിഹരിച്ചുവെങ്കിലും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുയർന്നു. ഒരു റോഡിൽ പണി ചെയ്യുമ്പോൾ മര്യാദയുണ്ട്. ഗ്യാസിന്റെ ആൾക്കാർ ഇത് അപകട ആൾക്കാരെ പരിഭ്രാന്തിയാക്കിയതാണ്. JCB റോഡിന് വേണ്ടി JCB ഗ്യാസ് ലൈൻ ഒരടി താഴെ കിടക്കുകയായിരുന്നു, ഒരടി. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് പൊട്ടി. നമ്മുടെ നാട്ടിൽ PWD ഇല്ല. ഒരു വർക്ക് ചെയ്യാനായിട്ടാണെങ്കിൽ PWD എന്ന് പറഞ്ഞൊരു സംവിധാനമില്ല. കുറേ കൊച്ചു കോൺട്രാക്ടർമാർക്ക് കൊടുക്കും, ഗ്യാസുകാർ വേറൊരു മുതലാളി, വാട്ടർ അതോറിറ്റി വേറൊരു സംവിധാനം. ഇതൊന്നും ഒരു കോർഡിനേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഈ സംഭവിച്ചത്. എത്ര വീട് പട്ടിണിയായിരിക്കും ഇപ്പം. ഇത് മൊത്തം അടച്ചിരിക്കുക, ഗ്യാസ് മൊത്തം. എത്രയോ ഫ്ളാറ്റുകളിലൊന്നും ഒരു തുള്ളി ഗ്യാസ് കിട്ടത്തില്ല. ഗ്യാസ് പൈപ്പ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടും റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടും നടന്ന സുരക്ഷാ വീഴ്ചയാണ് ചോർച്ചയ്ക്ക് കാരണമായതെന്നാണ് കരുതുന്നത്. ഇതിന് പിന്നിലുണ്ടായ വീഴ്ച അന്വേഷിക്കണമെന്ന് V. മുരളീധരൻ MLA ആവശ്യപ്പെട്ടു. പൈപ്പ് ഇട്ടതിലുള്ള ആഴക്കുറവോ അല്ലെങ്കിൽ അശ്രദ്ധമായിട്ട് റോഡ് പണി നടത്തുന്ന ആളുകൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളോ, ഇതിൽ രണ്ടിലൊന്നിൻ്റെ ഭാഗമായിട്ടാണ് ഈ തരത്തിലുള്ള ഒരു ചോർച്ച സംഭവിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വിശദമായിട്ട് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ട ആവശ്യവും വരും. ഈ തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും പൈപ്പിടുന്നതിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനും അതിനു വേണ്ടിയിട്ട് ഉള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ സംഭവത്തിലൂടെ വ്യക്തമാകുന്നത്. PWD അധികൃതരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായെന്ന ആരോപണവും ശക്തമാകുന്നുണ്ട്. 6 അടി താഴ്ചയിൽ പൈപ്പ് സ്ഥാപിക്കേണ്ടിടത്ത് 1 അടി താഴ്ചയിൽ മാത്രമാണ് സ്ഥാപിച്ചതെന്ന ആക്ഷേപമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. വിമർശനങ്ങൾ ഉണ്ടായതോടെ നടപടികൾ വേഗത്തിലാക്കുമെന്നാണ് ഗ്യാസ് കമ്പനി അധികൃതർ അറിയിച്ചത്. ജനം, തിരുവനന്തപുരം.